ഇടുക്കി ജില്ലയിൽ കുരുമുളകിനും കവുങ്ങിനും മഞ്ഞളിപ്പ് രോഗം. ദ്രുതവാട്ടത്തിന് ശേഷം അടുത്ത ഭീഷണിയായി മഞ്ഞളിപ്പ് രോഗം മാറിയിട്ടുണ്ട്. കർഷകർ വലിയ ആശങ്കയിലാണ്. കർഷകർക്ക് അല്പമെങ്കിലും പ്രതീക്ഷ നൽകി വന്ന കുരുമുളക്, കവുങ്ങ് കൃഷികൾ മഞ്ഞളിപ്പ് രോഗം മൂലം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കുരുമുളക് കൃഷി ദ്രുതവാട്ടം മൂലം ഏറെക്കുറെ നശിച്ചതിന് ശേഷം വീണ്ടും ആരംഭിച്ചവയാണ് ഇപ്പോൾ മഞ്ഞളിപ്പ് രോഗബാധ ഭീഷണി നേരിടുന്നത്. ഇടുക്കി ജില്ലയിൽ അടിമാലി, മാങ്കുളം, രാജാക്കാട്, രാജകുമാരി, കൊന്നതടി, വാത്തിക്കുടി, വെള്ളത്തുവൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ കൃഷികളെല്ലാം മഞ്ഞളിപ്പ് രോഗം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. രോഗം എന്തെന്ന് കൃത്യമായി കണ്ടെത്താനോ മരുന്ന് നിർദ്ദേശിക്കാനോ കൃഷി വകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. വന്യമൃഗശല്യം മൂലം വലിയ തോതിലുള്ള നഷ്ടം നേരിടുന്ന കർഷകർക്കാണ് ഇപ്പോൾ രോഗബാധയും ഭീഷണിയായി മാറിയിട്ടുള്ളത്. സമീപകാലത്ത് കുരുമുളകിന് നേർത്ത തോതിൽ വില വർദ്ധിച്ചത് വലിയ പ്രതീക്ഷ നൽകുമ്പോഴാണ് ഒരു വശത്ത് ദ്രുതവാട്ടം ഭീഷണിയായിട്ടുള്ളത്. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലം കായ്പിടുത്തവും വൻതോതിൽ കുറയുന്നതായി കർഷകർ പറയുന്നുണ്ട്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.